ഹലോ നമസ്കാരം. ഐ എം മുസ്തഫ ഫ്രം ഫിറ്റാക്ട് ഐ ടി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആദ്യ ചാപ്റ്ററാണ്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുക. അപ്പോൾ എന്താണ് മാർക്കറ്റിംഗ്? നമുക്കറിയാം, സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിനെ അല്ലെങ്കിൽ ഒരു സർവീസ് വിൽക്കുന്നതിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. എന്നാൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ ആ പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ സെല്ല് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇതൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ പ്രൊമോട്ട് ചെയ്യുക, സെല്ല് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും അടങ്ങിയതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പല രീതിയിലുള്ള ഐഡിയകൾ, സ്ട്രാറ്റജീസ് ഉപയോഗിക്കും, ടൂൾസ് ഉപയോഗിക്കും, ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കും, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, വാല്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ ബ്രാൻഡ് ബിൽഡ് ചെയ്യും. ഇതൊക്കെ അടങ്ങിയ ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. എന്തൊക്കെ അടങ്ങുമ്പോഴാണ് മാർക്കറ്റിംഗ് ആവുക? അതിലൊന്നാമത്തത് മാർക്കറ്റ് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പ്രോഡക്റ്റോ സർവീസോ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു മാർക്കറ്റ് നമ്മൾ പഠിച്ചു, ആ മാർക്കറ്റിൽ ടാർഗറ്റ് ഓഡിയൻസ്, നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ഓഡിയൻസ് ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സേവനമോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയോ നമ്മളെ ബ്രാൻഡ് പൊസിഷൻ ചെയ്യുക, അവരുടെ മനസ്സിലേക്ക് നമ്മളെ ബ്രാൻഡ് എത്തിക്കുക, അതിനനുസരിച്ച് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് ചാനലുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനുള്ള പല ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെയിൽസ് എടുക്കും. അവരിലേക്ക് പല തന്ത്രങ്ങൾ ഉപയോഗിച്ച്, പല ടൂളുകൾ ഉപയോഗിച്ച് നമ്മളെ എത്തിക്കുകയും അതിനുശേഷം അതിൽ നിന്ന് ലീഡും സെയിൽസും എടുക്കും. നെക്സ്റ്റ്, നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആയിട്ട് അവരുമായിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യും. നെക്സ്റ്റ്, പെർഫോമൻസ് മെഷർമെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിങ്ങിൽ എത്രത്തോളം റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് മെഷർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കും, അതേപോലെ തന്നെ അവരുടെ റിറ്റൻഷനും, അതായത് കസ്റ്റമറെ നമ്മൾ തൃപ്തിപ്പെടുത്തും. ആഫ്റ്റർ സർവീസ് ആൻഡ് സെയിൽസ് കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ തൃപ്തിപ്പെടുത്തുക, അതിനുള്ള ഫീഡ്ബാക്ക് എടുക്കുക. ഇങ്ങനെ 8 കാര്യങ്ങൾ കൂടുമ്പോഴാണ് മാർക്കറ്റിംഗ് പൂർണ്ണമാകുന്നത്. ഒരു സെയിൽസ് പോലെയല്ല. സെയിൽസ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് പിന്നെയും അതിൽ വർക്കുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്തതിന് ശേഷം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, പെർഫോമൻസ് മെഷർമെൻറ്റ്, അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്നുള്ള 3 സ്റ്റെപ്പ് കൂടിയുണ്ട്. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ശരിക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് നമ്മളെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുക, നമ്മളെ പ്രോഡക്റ്റും സർവീസും കണ്ടിന്യൂസ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ്, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താണ് മാർക്കറ്റ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ചിൻ്റെ പർപ്പസ് എന്താണെന്നുള്ള? മാർക്കറ്റ് റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ നീഡ്, അവരുടെ പ്രിഫറൻസ്, അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ മനസ്സിലായാൽ നമുക്ക് കുറേയും കൂടി ഈസി ആയിട്ട് നമ്മളെ പ്രോഡക്റ്റും സർവീസും എത്തിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, വേറൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്, അവരുടെ ബിഹേവിയർ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അതായത് അതുപോലത്തെ മറ്റൊരു പ്രോഡക്റ്റ് എത്തിച്ചാൽ സെയിൽ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവരുടെ നീഡ്, ആവശ്യകതയും പ്രിഫറൻസും ബിഹേവിയറൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ചിൽ ഒന്ന്. മാർക്കറ്റ് റിസർച്ചിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ ആവശ്യകത മനസ്സിലാക്കുക, അവരുടെ പ്രിഫറൻസ് മനസ്സിലാക്കുക, അവരുടെ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി എളുപ്പത്തിൽ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം അതിനുള്ള മെത്തേഡാണ്. അതായത് നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർവേസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. കോമ്പറ്റേറ്ററെ അനലൈസ് ചെയ്യും. അതായത് നമ്മുടെ എതിരാളികളായിട്ട് നമ്മളെപ്പോലെ പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പഠിക്കും. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഡാറ്റകൾ അനലൈസ് ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യുക. നെക്സ്റ്റ്, ഔട്ട്കം. അതിൽ നിന്ന് നമുക്ക് എന്താ സംഭവിക്കുക? കസ്റ്റമറുടെ പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആവശ്യക്കാർക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ മനസ്സിലാക്കലിൽ നിന്നാണ് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക.
ഇങ്ങനെ നമ്മളെ പ്രോഡക്റ്റിനും സർവീസിനും ആവശ്യക്കാരുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നമുക്ക് വിൽക്കാൻ കഴിയും, അവിടെ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അതായത് നമ്മളൊരു ഏരിയയിൽ സർവേ ചെയ്ത് അല്ലെങ്കിൽ അവിടെ ആഡുകൾ റൺ ചെയ്ത് നമ്മൾ ആ ഒരു മാർക്കറ്റ് പഠിച്ചതിന് ശേഷം ആ മാർക്കറ്റിൽ ഒരുപാട് ആളുകളുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഏത് ഏജിലുള്ള ആളുകൾക്കാണ്, ഏത് ജെൻഡറിനാണ്, ഏത് ലൊക്കേഷനിലാണ് മൂവ് ചെയ്യുക, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഐഡിയൽ കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തും. അപ്പോൾ ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, അതുപോലെ ലൈഫ് സ്റ്റൈൽ, വാല്യൂ, അവരുടെ പർച്ചേസിങ് ഹിസ്റ്ററി, ബ്രാൻഡ്, ലോയൽറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് ലേഡീസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലേഡീസിനുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെ ജെൻഡർ പരസ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ് തന്നെ ലേഡീസാണ്. അപ്പോൾ അവരിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എൻ്റെ പ്രോഡക്റ്റ് ആർക്കാണ് പറ്റുന്നത്? ഇപ്പോൾ ഞാൻ SLCയുടെ ട്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ ആരാണ്? ഒരു 14, 15, 16 വയസ്സിന് ഇടയിലുള്ള ആളുകളാണ്. പിന്നീട് ഞാൻ ടാർഗറ്റ് ചെയ്യുക ആരെയാണ്? അവരുടെ രക്ഷിതാക്കളെ. അപ്പോൾ അവരുടെ ഒരു രക്ഷിതാവാകാൻ പ്രായമുള്ള ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് എഫേർട്ട് ഇട്ടാൽ മതി. അതിനനുസരിച്ച് എഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡും പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് അവിടെ മാത്രം മാർക്കറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പരസ്യങ്ങൾ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ആദ്യം മാർക്കറ്റ് റിസർച്ച് ചെയ്തു. അതിൽ നിന്ന് നമ്മളെ മാർക്കറ്റ് എവിടെയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ആ മാർക്കറ്റിൽ തന്നെയും നമ്മളെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അവരിലേക്ക് നമ്മളെ ബ്രാൻഡ് പൊസിഷൻ ചെയ്യും. അവരുടെ മനസ്സിലേക്ക് നമ്മളുടെ ബ്രാൻഡ് എത്തിക്കും. അപ്പോൾ അതിന് നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കും. അതിലൊന്നാണ് മെസ്സേജിങ് എന്നുള്ളത്. അപ്പോൾ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത് നമ്മളെ പ്രോഡക്റ്റിനെ, സർവീസിനെ അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിനെ നമ്മളെ കോമ്പറ്റേറ്ററേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എതിരാളികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന അതേ പ്രോഡക്റ്റോ സർവീസോ വിൽക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരെക്കാൾ നന്നായിട്ട് നമ്മളുടെ പ്രോഡക്റ്റും സർവീസുമാണ് നല്ലത്, നമ്മളെ സ്ഥാപനമാണ് നല്ലത് എന്നുള്ളത് അവരെ കൊണ്ട് ഡിസൈഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടെ മൈൻഡിലേക്ക് അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ബ്രാൻഡ് നമ്മൾ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ എതിരാളികൾ ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെക്കാൾ നന്നായിട്ട് അവരുടെ മനസ്സിലേക്ക് നമ്മളുടെ ബ്രാൻഡിനെ പതിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഒക്കെ ഗുണങ്ങൾ, അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ള വാല്യൂസ്, അതിൻ്റെ ഹൈലൈറ്റ്സൊക്കെ ആളുകളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ, സർവീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാൻഡ് ആളുകളുടെ മനസ്സിൽ പതിപ്പിക്കും. ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് മാർക്കറ്റിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുക മാർക്കറ്റിംഗ് ചാനൽസ് ആൻഡ് സ്ട്രാറ്റജീസാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? അപ്പോൾ നെക്സ്റ്റ് എങ്ങനെ നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ അതിനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കും, സ്ട്രാറ്റജീസ് ഉണ്ടാക്കും എന്നുള്ള. അപ്പോൾ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്യും? SEO ചെയ്യും, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ വല്ലതും സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ വരുന്നതിലാണ് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗൂഗിളിൽ നമ്മൾ പലതും സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഡ്യൂക്കേഷൻ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഡ്യൂക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. ഇങ്ങനെ റിസൾട്ട് വരുമ്പോൾ ആദ്യം വരുന്ന റിസൾട്ടിലാവും നമ്മൾ പലപ്പോഴും ക്ലിക്ക് ചെയ്യുക. ഇതിന് താഴേക്കൊക്കെ ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട് കേട്ടോ, ഓരോ റിസൾട്ടുകളുണ്ട്. അത് നമ്മൾ ഏറ്റവും ഫ്രണ്ടിലുള്ള ലിങ്കുകളിലാണ് പൊതുവേ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ കണ്ടോ 10 പേജ്, ഒന്നാമത്തെ പേജാണ് ഇതിലുള്ളത്, രണ്ടാമത്തെ പേജ്, മൂന്നാമത്തെ പേജ്. 10ാമത്തെ പേജിലൊക്കെ നമ്മൾ ഈ സെർച്ച് ചെയ്തതുമായി റിസൾട്ട് ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഫസ്റ്റ് പേജിൽ വന്നിട്ടുള്ള റിസൾട്ടിൽ ഏറ്റവും ഫസ്റ്റിലുള്ള കണ്ടൻറ്റുകളാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ സെർച്ച് ചെയ്യുന്നതിൽ ഏറ്റവും ഫസ്റ്റിൽ വരികയാണെങ്കിൽ നമ്മളൊരു പരസ്യം ഏറ്റവും ഫസ്റ്റിൽ വരികയാണ്, ഇവിടെ നമ്മളെ കണ്ടൻ്റ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിലേക്ക് ആ കസ്റ്റമർ എത്താനുള്ള എളുപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റിലേക്ക് വരാൻ, അതായത് നമ്മൾ ഫസ്റ്റ് ഭാഗത്തേക്ക് വരാനുള്ള ഒപ്റ്റിമൈസേഷൻ ചെയ്യുക എന്നുള്ളത്, അതിനുള്ള വർക്ക് എടുക്കുക എന്നുള്ളതാണ് SEO എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് SEO ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ചാനൽ, അല്ലെങ്കിൽ അതൊരു തന്ത്രമാണ്. നമ്മൾ ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യത്തിൽ നമ്മളെ കാണുക എന്നുള്ളത് അതിൻ്റെ ഒരു തന്ത്രമാണ്. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെ, ലിങ്ക്ഡിൻ പോലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ആളുകളിലേക്ക് പരസ്യമെത്തിക്കുക. അത് ആ ചാനലുകൾ ഉപയോഗിച്ച് നമുക്ക് പരസ്യമെത്തിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇമെയിൽ മാർക്കറ്റിംഗ്. നമുക്ക് ഇമെയിൽ അയച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാം. നെക്സ്റ്റ് നമ്മൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റുകൾ, അതായത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുക എന്നുള്ളത് കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓൺലൈനായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റുകൾ, ഇപ്പോൾ നമ്മൾ വാട്സപ്പ് അയക്കുക, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, ഇതൊക്കെ കണ്ടൻറ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ കണ്ടൻറ് മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്യാം. ഫേസ്ബുക്കിൽ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചൊരു പരസ്യം ഇടുക, അല്ലെങ്കിൽ ഒരു കണ്ടൻറ് എഴുതുക, അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ് എഴുതുക, ഇതൊക്കെ എന്താണ്? കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അത് ഇതിലുപയോഗിക്കുന്ന ഒരു ചാനലാണ്. മറ്റൊന്ന് PPC അഡ്വർടൈസിങ്, അതായത് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസിങ് എന്ന് പറയും. അതായത് നമ്മുടെ ഇപ്പോൾ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പരസ്യം ഞാൻ ഗൂഗിളിന് പരസ്യം ചെയ്യാൻ വേണ്ടി ആഡ്സെൻസിൽ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിള് അവരുടെ സെർച്ച് എഞ്ചിനുകൾ, അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകളിലൊക്കെ എൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ, സർവീസിൻ്റെ, സ്ഥാപനത്തിൻ്റെ പരസ്യമിടും. അപ്പോൾ ആ പരസ്യത്തിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ക്ലിക്കിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ഞാൻ ഗൂഗിളിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ പണം കൊടുത്തുകൊണ്ട് പരസ്യം കൊടുത്ത് അഡ്വർടൈസ് ചെയ്യും. അതാണ് പേപ്പർ ക്ലിക്ക് എന്നുള്ളത്. ഒക്കെ നമ്മൾ എക്സാമ്പിൾ അടക്കം നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ ചാനലുകൾ, മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ചാനലുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പരസ്യം ചെയ്യാമെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രായം നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ജെൻഡർ നിശ്ചയിച്ചുകൊണ്ട് ആണുങ്ങൾക്ക് മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ ഒരു പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ മാത്രം കണ്ടാൽ മതി. ലേഡീസിന് നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യാതെ മെൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാണ്, അവർ മാത്രം കാണും. അപ്പോൾ അത്രേ നമുക്ക് എക്സ്പെൻസ് വരുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കമ്പനിയുടെ CEO മാത്രം കണ്ടാൽ മതി എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇൻവെസ്റ്റേഴ്സ് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പരസ്യം അയക്കാനും അല്ലെങ്കിൽ കണ്ടൻറ് അയക്കാനും എന്ന് കഴിയും. ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഡാറ്റ ഡ്രിവൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡാറ്റ നൽകിക്കൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന അതിനൊരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. നെക്സ്റ്റ് മെത്തേഡ്, അതായത് മാർക്കറ്റിംഗ് ചാനലിൻ്റെ ഒരു മെത്തേഡാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൽ തന്നെ ഒരുപാട് ചാനലുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുപോലെ അടുത്തതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ചാനലുകൾ ഏതൊക്കെയാണ്? ഒന്ന് TV-യിൽ ആഡ് കൊടുക്കുക, അതുപോലെ തന്നെ റേഡിയോയിൽ ആഡ് കൊടുക്കുക, പ്രിൻ്റ് ആഡ് കൊടുക്കുക, അതുപോലെ തന്നെ ഡയറക്റ്റ് മെയിൽ അയച്ചു കൊടുക്കുക. ഇതൊക്കെ എന്താണ്? ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചാനലുകളാണ്. അതിലൂടെയൊക്കെയാണ് നമ്മളെ പരസ്യപ്പെടുത്തുക. നെക്സ്റ്റ് കണ്ടൻറ് മാർക്കറ്റിംഗ്. നമ്മൾ പറഞ്ഞു വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഡോക്ടർമാരൊക്കെ ആണെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയത്തിന് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാവുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ഗുണങ്ങൾ, ഇങ്ങനെ നല്ല നല്ല കണ്ടൻറ്റ് ആളുകൾക്ക് വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അവരുമായി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു രീതി, അതാണ് കണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ബ്ലോഗിലൂടെ, വീഡിയോസിലൂടെ, വ്ളോഗിലൂടെ, അതുപോലെ തന്നെ ഗ്രാഫിക്സിലൂടെയൊക്കെ ആളുകളിലേക്ക് നമ്മളെ പരസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അവരെ നമുക്ക് ലീഡിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് SLCയുടെ ട്യൂഷൻ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ടീമിനെ സംബന്ധിച്ച്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് SLC പരീക്ഷ എങ്ങനെ നമുക്ക് കുറേയും കൂടി എളുപ്പമാക്കാം, അല്ലെങ്കിൽ 100% A+ നേടാൻ, അല്ലെങ്കിൽ 100% മാർക്ക് നേടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ വ്ളോഗ് പോസ്റ്റ് ചെയ്താം, ഇതൊക്കെ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വെക്കാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആളുകൾ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കുകയും അവർക്ക് നമ്മളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് നമ്മളടുത്ത് അതിന്
പറ്റിയ അതിന് പറ്റിയ ട്യൂഷനോ അല്ലെങ്കിൽ അതിന് പറ്റിയ മെറ്റീരിയൽ ഉണ്ടെന്ന് അറിയുകയും ചെയ്യുമ്പോൾ അവർ നമ്മളിലേക്ക് ലീഡായിട്ട് വരാനും അത് പിന്നീട് കൺവേർട്ട് ചെയ്ത് സെയിൽ എടുക്കാനും കഴിയും. അതാണ് കണ്ടൻറ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് അടുത്തത് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ പലപ്പോഴും പല യൂട്യൂബേഴ്സ് അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കാണാം, അവർ പല പ്രോഡക്റ്റിനെയും പരസ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ പാർട്ട്ണർഷിപ്പായിട്ട് അവർക്കൊരു പേഴ്സൻറ്റേജ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ചെയ്യുന്നതിന് പണം കൊടുത്തിട്ടോ നമ്മൾ അവരുമായി ടൈപ്പ് ആയിക്കൊണ്ട് അവരുടെ റീച്ചും അതുപോലെ തന്നെ ക്രെഡിബിലിറ്റിയിലൂടെയും നമ്മൾ ബിസിനസ് ചെയ്യുക. അതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും മാർക്കറ്റിങ്ങിൻ്റെ ഒരു ചാനലാണ്. അടുത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഫിലിയേറ്റ് ആളുകളുമായിട്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് നമ്മളെ പ്രോഡക്റ്റുകൾ അവർ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഈ കോഴ്സ് ഒരാൾ പ്രൊമോട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മീഷൻ തരാം. അപ്പോൾ ആളുകൾ ഇത് പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് നമ്മളെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ബിസിനസ് നമ്മളെ പ്രോഡക്റ്റ് സർവീസൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത ചാനലുകളാണ് നമ്മൾ ആളുകളിലേക്ക് പരസ്യം എത്തിക്കാനും നമ്മളെ പ്രോഡക്റ്റിനെയും സർവീസിനെയും എത്തിക്കാനും നമ്മളെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇവിടെ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞു, ട്രഡീഷണൽ മാർക്കറ്റിംഗ് പറഞ്ഞു, കണ്ടൻറ് മാർക്കറ്റിംഗ് പറഞ്ഞു, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പറഞ്ഞു, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പറഞ്ഞു. ഇങ്ങനെ വ്യത്യസ്ത ചാനലുകൾ നമ്മൾ യൂസ് ചെയ്യും. ഇങ്ങനെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡിൻ്റെ വിവരം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരിൽ നിന്ന് ലീഡ് ജനറേറ്റ് ചെയ്യുകയും അതിനെ സെയിൽസായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് ആളുകൾ അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ കോൺടാക്റ്റ് വരുന്നതിന് അല്ലെങ്കിൽ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ലീഡ് ജനറേഷൻ എന്ന് പറഞ്ഞ് അതിനെ പിന്നെ ആ ആളുകളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സെയിൽസ് ക്ലോസ് ചെയ്യാനും കഴിയും. അതിന് പല ടൂളുകളുണ്ട്. ഇപ്പോൾ ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഡ് മാഗ്നറ്റ്, ലാൻഡിങ് പേജസ്, ഇമെയിൽ ക്യാമ്പയിനിങ്, ഇങ്ങനെ ആളുകളെ ആകർഷിക്കാനും കൺവേർട്ട് ചെയ്യാനും, അതായത് നമ്മളെ കാണുന്ന പ്രോസ്പെക്റ്റേഴ്സിനെ ലീഡായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരുപാട് ടൂളുകളുണ്ട്. ലീഡ് മാഗ്നറ്റ്, ലാൻഡിങ് പേജ്, ഇമെയിൽ ക്യാമ്പയിനിങ് തുടങ്ങിയ രീതിയിൽ. ഇങ്ങനെ നമുക്ക് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പരസ്യം കണ്ട് അല്ലെങ്കിൽ നമ്മളെ കണ്ടൻറ്റ് കണ്ട് നമ്മളെ മനസ്സിലാക്കിയ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റസ് നമ്മളിലേക്ക് ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ, അവരുടെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ സെയിൽസ് ടീം അവരെ ഫോളോ അപ്പ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മളെ പ്രോഡക്റ്റ് അവർക്ക് സെല്ല് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ നമ്മളെ ആ ഒരു ലീഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സെയിലാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അഞ്ചാമത്തെ പ്രോസസ്സ് സെയിൽസ് ആൻഡ് ലീഡ് ജനറേഷനാണ്. നേരത്തെ പറഞ്ഞ വ്യത്യസ്ത മാർക്കറ്റിംഗ് ചാനലിലൂടെ പരസ്യവും കണ്ടൻറ്റൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രോസ്പെക്റ്റസിനെ കറക്റ്റായിട്ട് ലീഡായിട്ട് മാറ്റുകയും കൺവേർട്ട് ചെയ്യുകയും അങ്ങനെ വന്ന ലീഡിനെ നമ്മളെ സെയിൽസ് ടീം ഫോളോ അപ്പ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് അവരെ സെയിൽസാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ സെയിൽസാക്കി മാറ്റിയാൽ നമ്മളെ മാർക്കറ്റിംഗ് തീർന്നോ? ഇല്ല. നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം ആ കസ്റ്റമറുമായി നമ്മളൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുക. അതിന് CRM പോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. നമ്മളിതൊക്കെ പറയുന്നത് ഇതിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കുക ചെയ്യാം. അപ്പോൾ അതിൽ പർപ്പസ് എന്താണ്? നമുക്ക് നമ്മളെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നമ്മളെ അടുത്ത് പ്രോഡക്റ്റ് വാങ്ങിയ കസ്റ്റമേഴ്സിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അവരുമായിട്ടൊരു ലോങ് ടേം ഒരു ബന്ധം നിലനിർത്താനും അവർക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് അവരിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അങ്ങനെ റിപ്പീറ്റായിട്ട് അവരെ കൊണ്ട് തന്നെ വീണ്ടും നമ്മളെ പ്രോഡക്റ്റും സർവീസുകളും പർച്ചേസ് ചെയ്യിക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൽ തന്നെ വീണ്ടും നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയും. അതായത് അവരെ കൊണ്ട് വീണ്ടും നമുക്ക് റിപ്പീറ്റായിട്ട് പർച്ചേസ് ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അടുത്തത് അതിനുപയോഗിക്കുന്ന ടൂളുകളാണ് CRM സോഫ്റ്റ്വെയർ. നമ്മൾ ഇതിന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയൻസിനെ നമുക്ക് അവരെ നിലനിർത്താൻ പറ്റും. പേഴ്സണലായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെ അടുത്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങി, അവരുടെ ബർത്ത്ഡേക്ക് നമുക്ക് വിഷ് ചെയ്യുക. അങ്ങനത്തെ ഓരോരോ പ്രോഗ്രാമിലൂടെ നമുക്ക് അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് നിലനിർത്താൻ ഓട്ടോമേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കസ്റ്റമർ
റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മയുണ്ടാവും, നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മളെ കൂടുതൽ ട്രസ്റ്റ് ഉണ്ടാവും, ഒരു വിശ്വാസ്യത ഉണ്ടാവും. അങ്ങനെ നമുക്ക് അവരെ തുടർച്ചയായിട്ട് അവരിലേക്ക് നമ്മളെ പ്രോഡക്റ്റും സർവീസും വീണ്ടും വീണ്ടും സെയിൽ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇത് റിലേഷൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്നത് പെർഫോമൻസ് മെഷർമെൻറ്റ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ചെയ്യുന്ന പരസ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിങ്ങിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനും കൂടുതൽ എക്സ്പെൻസുകളുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കാനും കൂടുതൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ അതിൽ നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതായത് KPI എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് അതിനെ നമ്മൾക്ക് വന്ന കൺവേർഷൻ റേറ്റ് നോക്കും. നമ്മളിപ്പോൾ ഒരു പരസ്യം അയക്കണം. അപ്പോൾ ആ പരസ്യം അയക്കുന്നതിൽ നിന്ന് എത്ര ആളുകൾ ലീഡായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 1,00,000 ആളുകൾ നമ്മളെ പരസ്യം കാണുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതിൽ നിന്ന് എത്ര ആളുകൾ നമ്മളെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കോൾ ചെയ്യുന്നുണ്ട്, നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെടുന്നുണ്ട് എന്ന് നോക്കും. അതാണ് നമ്മൾ കൺവേർഷൻ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഉണ്ട്. അതായത് 1,00,000 രൂപയ്ക്ക് നമ്മൾ പരസ്യം ചെയ്തു, ഇതിൽ നിന്ന് എത്ര കസ്റ്റമറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 കസ്റ്റമറെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതെങ്കിൽ നമുക്ക് പറയാം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്നുള്ളത് 1,00,000 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്ക് 100 ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വന്നിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. ഇനി 1,00,000 രൂപ നമ്മൾ ചിലവഴിച്ച് ആഡും കാര്യങ്ങളും റൺ ചെയ്തിട്ട് അതിൽ നിന്ന് 10,000 കസ്റ്റമർ എന്ത് ചെയ്തു, ക്രിയേറ്റ് ആയി, അല്ലെങ്കിൽ നമുക്ക് 10,000 കസ്റ്റമർ കിട്ടിയാൽ നമുക്ക് പറയാം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അങ്ങനെ നമുക്ക് അതിൻ്റെ ആ കോസ്റ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് റിട്ടേൺ എത്ര കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൽ എത്ര രൂപയുടെ ബിസിനസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI എന്ന് പറഞ്ഞത്. 1,00,000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, 10,00,000 രൂപയുടെ ബിസിനസ് നടന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 3,00,000 ലാഭം ലഭിച്ചു. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ 1,00,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 3,00,000 ലാഭം കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങനത്തെ അതാണ്. അടുത്തത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. എത്ര ആളുകൾ നമ്മളെ പരസ്യം ലൈക്ക് ചെയ്തു, അല്ലെങ്കിൽ എത്ര ആളുകൾ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റായി, അതുപോലെ നമുക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റും സർവീസിൻ്റെയും വാല്യൂ എന്താണ്, അതുപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മളെ ഈ പെർഫോമൻസ് മെഷർ ചെയ്യാൻ കഴിയും. അതായത് കൂടുതൽ കസ്റ്റമേഴ്സ് നല്ല തൃപ്തരാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് ബിസിനസ് ഉണ്ടാക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അതേസ്ഥാനം നമ്മളൊരു പ്രോഡക്റ്റ് വിറ്റു, അങ്ങനെ പ്രോഡക്റ്റ് വിറ്റിട്ട് അത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പിന്നീട് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അടുത്തത് അനലറ്റിക്സ് ടൂളാണ്. അതായത് പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ടൂളുകളാണ്. അതിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒന്ന് ഗൂഗിൾ അനലറ്റിക്സ് ആണ്. ഗൂഗിൾ അനലറ്റിക്സ് ഉപയോഗിച്ച് നമ്മളെ വെബ്സൈറ്റിൽ എത്ര ആളുകൾ വന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എവിടെ നിന്നൊക്കെ വന്നു, എപ്പോൾ വന്നു, ഏത് പ്രായത്തിലുള്ള ആളുകളാണ് വന്നത്, അവരുടെ ജെൻഡർ എന്താണ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് വന്ന ആളുകളുടെ ഡീറ്റെയിൽ കാണാൻ പറ്റും. അതിനുള്ള ഒരു ടൂളാണ് ഗൂഗിൾ അനലറ്റിക്സ് എന്നുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻസൈറ്റ്. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളെ ആഡ് കണ്ട ആളുകൾ അത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മളെ കണ്ട ആളുകൾ ആരൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽ, അവരുടെ പ്രായം, അതുപോലെ തന്നെ അവരുടെ ഡെമോഗ്രഫിക് കാര്യങ്ങൾ, ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ CRM സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമുക്ക് അനലറ്റിക്സ് നടത്താൻ കഴിയും. ഇങ്ങനെ നമുക്ക് അനലറ്റിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പരസ്യം ചെയ്യാൻ പറ്റും എന്നുള്ള. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജില്ലയിൽ നിന്ന് കൂടുതൽ റിസൾട്ട് ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പരസ്യം ചെയ്തുകൊണ്ട് കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ അനലറ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് നമ്മൾ അനലൈസ് ചെയ്യാനും ആ അനലൈസിൽ വരുന്ന റിസൾട്ടിനനുസരിച്ച് നമുക്ക് ക്യാമ്പയിനിങ്ങിനെ അല്ലെങ്കിൽ പരസ്യത്തെ സ്വിച്ച് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ
നമ്മളെ പെർഫോമൻസ്, മാർക്കറ്റിങ്ങിൻ്റെ പെർഫോമൻസ് അളക്കുക. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കും. അതായത് പരസ്യത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി പരസ്യത്തിന് വേണ്ട ആളുകൾ, ടാർഗറ്റ് ഓഡിയൻസിനെ കുറേയും കൂടി കറക്റ്റാക്കി വെച്ച് അങ്ങനെ നമ്മൾ കുറേയും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ള. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെയാണ് പെർഫോമൻസ് മെഷർമെൻറ്റിൽ നമ്മൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് 8ാമത്തെ കാര്യം, ഇതൊക്കെ ചെയ്ത് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ 8ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്താണ് നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കളക്ട് കസ്റ്റമർ ഫീഡ്ബാക്ക്. നമ്മളെ പ്രോഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും സർവീസിനെ ഇമ്പ്രൂവ് ചെയ്യാനും കസ്റ്റമറുടെ എക്സ്പീരിയൻസിൽ നിന്നും അവരുടെ ഫീഡ്ബാക്ക് ചോദിച്ച് അതിനെ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മളെ പ്രോഡക്റ്റും സർവീസും അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നമുക്ക് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ആവശ്യമാണ്. നമ്മൾ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കുന്നത് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ലോയൽറ്റി പ്രോഗ്രാം പോലെ, അതേപോലെ തന്നെ അവർക്ക് നല്ല സപ്പോർട്ട് നൽകിക്കൊണ്ടൊക്കെ അവരെ നിലനിർത്താൻ പറ്റും. ഉദാഹരണത്തിന് ഞാനൊരു കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ വാങ്ങിയാൽ അവർ എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അവരെന്നെ വിഷ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവരുമായിട്ട് കുറേയും കൂടി ഒരു ബന്ധം കൂടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങി എനിക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുകയാണെങ്കിൽ നമുക്ക് അവരായിട്ടുള്ള വീണ്ടും പർച്ചേസ് ചെയ്യാനും അവരായിട്ട് കൂടുതൽ ബിസിനസ് ചെയ്യാനും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിനെ നിലനിർത്തുന്ന ലോയൽറ്റി പ്രോഗ്രാം, അതുപോലെ തന്നെ നല്ല സപ്പോർട്ടുകൾ, പേഴ്സണലൈസ്ഡ് ഓഫറുകളൊക്കെ നൽകുക. അപ്പോൾ ഒരു പ്രോഡക്റ്റോ സർവീസോ വിൽക്കുമ്പോൾ അവർക്ക് പേഴ്സണലായിട്ടുള്ള ഒരു ഓഫറൊക്കെ നൽകിയിട്ട് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിയും. അതിലൂടെ നമുക്ക് കൂടുതൽ ബിസിനസ് എടുക്കാൻ കഴിയും. നമ്മൾ ആ കസ്റ്റമറെ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് കസ്റ്റമർ ഫീഡ്ബാക്ക്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്നതാണ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് പറയാൻ കാരണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കുറേ ടൂളുകൾ അറിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് എവിടെ ഉപയോഗിക്കണം, അത് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി ആ മാർക്കറ്റിങ്ങിൻ്റെ ഫുൾ സ്റ്റെപ്പുകൾ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓരോ ടൂളുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന മെത്തേഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഓരോ ടൂളുകളെയും നമ്മൾ പരിചയപ്പെടുത്തും, അത് കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് അതെങ്ങനെ നമ്മൾ എഫക്റ്റീവാക്കി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ആ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഡിസൈന് ആർക്കുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈനാണ്. ഇപ്പോൾ കുട്ടികൾക്കുള്ളതാണെങ്കിൽ കുറച്ചുകൂടി കോമിക്കായിട്ടുള്ള പരസ്യം ഡിസൈൻ ചെയ്യുക എന്നുള്ള, പ്രൊഫഷണൽ ആളുകൾക്കാണെങ്കിൽ അതേ രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ള, ലേഡീസിനാണെങ്കിൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ എവിടുന്നാണ് പഠിക്കുക? നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, മാർക്കറ്റ് റിസർച്ച്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ പരസ്യം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പരസ്യം ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ലേഡീസിനുള്ളത് ആ ടൈപ്പ്, കുട്ടികൾക്കുള്ളതെങ്കിൽ ആ ടൈപ്പ് ആണെങ്കിൽ മാത്രമേ നമുക്കത് കൺവേർഷൻ ആകൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ പരസ്യം ചെയ്തു. ഇപ്പോൾ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അങ്ങനെ ക്യാൻവയിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിനെ പരസ്യം ചെയ്തു. അങ്ങനെ പരസ്യം ചെയ്ത് നമുക്ക് സെയിൽസ് വന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ സെയിൽസ് വന്നാൽ അവരെ കസ്റ്റമറെ പിന്നീട് അവർക്ക് ആവശ്യമായ സപ്പോർട്ടൊക്കെ നൽകി കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാനും അതുപോലെ തന്നെ അവരുടെ നമ്മൾ ചെയ്തതിൻ്റെ പെർഫോമൻസ് അളക്കാനൊക്കെ നമ്മൾ തയ്യാറാവുക എന്നുള്ള. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സെയിൽസോട് കൂടി ആ ബിസിനസ് അവിടെ അവസാനിപ്പിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഓരോ ടൂളും ഈ മാർക്കറ്റിംഗ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഈ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ പ്രാവർത്തികമാക്കാൻ പറ്റൂ. അപ്പോഴേ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓരോ ടൂളുകൾ പഠിച്ചതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ആ ടൂളുകളെ കുറിച്ചുള്ള അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ അറിവ് വെച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ മറ്റ് ഓപ്പർച്യൂണിറ്റികൾ തേടി പോകേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്റർ നിങ്ങൾ 2 or 3 പ്രാവശ്യം കാണുക. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ആ രീതി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലോ നമ്മൾ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കുറേ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, മറ്റു കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും. അതിനുശേഷം നമ്മൾ ഓരോരോ ടൂളുകളായിട്ട് പഠിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ആ ടൂളുകൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ടൂളുകൾ മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് എവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം.
ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.